അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലത്തീഫ്ക്കയുടെ കൂടെ കുവൈറ്റ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ഷെഫി ഉസ്താദ് ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ഒന്നും അറിയാത്ത പോലെ ആദ്യമായിട്ട് വരികയല്ലേ. എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ തനിക്ക് മുമ്പിൽ ഉള്ളതുപോലെ ഉസ്താദിന് അനുഭവപ്പെട്ടു. എങ്കിലും ലത്തീഫ്ക്കയുടെ ആ ഒരു സഹായം, മോനെ വാ ഇതുവഴി പോകാം. കസ്റ്റംസിൻ്റെ കാര്യങ്ങളും ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് അവർ കുവൈറ്റ് എയർപോർട്ടിൻ്റെ പുറത്തേക്ക് കടന്നു. മോൻ്റെ പേര്? എൻ്റെ പേര് ഷെഫീഖ്. ആ ഷെഫീഖ്, അല്ല എന്തെങ്കിലും കഴിക്കണ്ടേ? വിശക്കണില്ലേ? ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ അത് തന്നെ. ഉസ്താദ് ഒന്നും മിണ്ടിയില്ല. വരൂ നമുക്ക് കുറച്ച് അപ്പുറത്ത് ചെന്ന് ഫുഡ് കഴിക്കാം. അവർ അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പെട്ടിയും ഉണ്ടായിരുന്നല്ലോ ഷെഫി ഉസ്താദിൻ്റെ അടുക്കൽ. ബാഗിലാണ് ഉമ്മ തന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഷെഫി ഉസ്താദിൻ്റെ ഭാര്യയും കൂട്ടുകാരും ഉണ്ടാക്കി സെറ്റാക്കി കൊടുത്ത ആ ഒരു വലിയ പെട്ടിയിൽ എന്തൊക്കെയാണെന്നോ ഒന്നും അറിയില്ല, നോക്കിയിട്ടുമില്ല. ദൈവദൂതനെ പോലെയാണ് ഒരാൾ തൻ്റെ മുമ്പിൽ എത്തിപ്പെട്ടത്. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെയും. അതിൽ മാത്രമാണ് നമ്മുടെ ഷെഫി ഉസ്താദ് ഉറച്ചു നിന്നത്. അല്ലാ. ടാക്സി കയറുന്നതിനിടയിൽ അതാ അദ്ദേഹം ചോദിക്കുന്നു, ഷെഫി ആ പിന്നെ വീട്ടിലേക്ക് വിളിക്കണ്ടേ? ആ. ഉസ്താദ് തൻ്റെ ഫോൺ എടുത്ത് നോക്കി. ഇല്ല, അതിൽ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇവിടുത്തെ സിമ്മും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടി വരും. ദാ ഇതിൽ വിളിച്ചോളൂ, നമ്പർ ഇതിൽ നിന്ന് എടുത്തോളൂ. അപ്പോൾ തന്നെ അതാ ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ നമ്പർ അതിൽ ഡയൽ ചെയ്യുന്നു. വീട്ടിൽ ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഉമ്മ നോക്കിയത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഹലോ ഉമ്മ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ, ഉമ്മൻ്റെ കുട്ടി എത്തിയോ? ആ ഉമ്മ, ഞാനെത്തി. മോനെ, എൻ്റെ കുട്ടി ഇപ്പോൾ എവിടെ? ഉമ്മ, ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ടാക്സിയിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. മോനെ ഒറ്റയ്ക്കോ? കൂടെ ഉമ്മ ലത്തീഫ്ക്ക എന്ന് പറഞ്ഞൊരു ഇക്കയെ പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ജോലി എന്തെങ്കിലും ഞാൻ സെറ്റാക്കി തരാൻ വേണ്ടി നോക്കാമെന്നൊക്കെ. മോനെ, പഠിച്ചവൻ്റെ കുട്ടീനെ കാത്ത് രക്ഷിക്കട്ടെ. മോളെ സീനത്തെ. ഉമ്മ അതാ വെപ്രാളത്തോടെ ഓളുന്നു. മോളെ സീനത്തെ, ഇതാ മോനെ എത്തിയെന്ന് പറഞ്ഞ് വിളിക്കുന്നേ. എന്നാ മോളെ ഫോണ്. മോനെ ഞാൻ ഓളെടുത്ത് കൊടുക്കാട്ടോ. അവൾ അപ്പോഴും റൂമിൽ അടച്ചിരിക്കുകയായിരുന്നു. മോളെ ഇതാ ഷെഫി മോനെ. മോളെ വാതിലടിച്ച് കിടക്ക്. മോനെ, ഓൾ ഉറങ്ങാൻ തോന്നുന്നുടാ, ഞാൻ പറഞ്ഞോളട്ടോ. ആ ഉമ്മ. പിന്നെ ഉമ്മ ഭക്ഷണം കഴിച്ചോ? ആ, മോൻ്റെ വിവരം കിട്ടായിട്ടേ ഞാനിങ്ങനെ. ആ ഉമ്മ, സമയമാണല്ലോ. എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഉമ്മൻ്റെ കുട്ടി ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ? ആ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് കയറിയതാണ്. ആയിക്കോട്ടെ, എൻ്റെ കുട്ടീനെ പഠിച്ചവൻ കാക്കട്ടെ. അല്ലാ. എന്നാൽ ശരി ഉമ്മ, ഞാൻ വിളിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും. അപ്പോൾ തന്നെ ലത്തീഫ്ക്കയുടെ കൈകളിൽ അതാ ഫോൺ കൊടുക്കുന്നു. വിളിച്ചോ? ഭാര്യയ്ക്ക് വിളിച്ചോ? ഭാര്യയ്ക്ക് ആ കിട്ടിയിട്ടില്ല. എന്ന് വിളിച്ചോ? അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഉമ്മക്ക് വിളിച്ചില്ലേ? ആ, ഉമ്മയോട് സംസാരിച്ചു. എന്താ ഭാര്യയ്ക്ക് വിളിക്കാൻ ഇത്ര? അല്ല, ഭാര്യ എന്താ അറിയില്ല. ഉമ്മ വിളിച്ചപ്പോൾ കുഴപ്പമില്ല, വിളിച്ചോ, വീഡിയോ കോൾ എഴുതാം. ഇക്ക അത് വേണ്ട. അതെന്താടാ? വീഡിയോ കോൾ അല്ലെങ്കിൽ സാധാ കോൾ ചെയ്തോ, കുഴപ്പമില്ല. മോനക്ക് എന്ത് രീതിയിലുള്ള ഫുഡാണ് വേണ്ടത്? നിനക്ക് ഇവിടുത്തെ അറബിക് ഫുഡ്, നമ്മുടെ മലയാളി കേരള ഫുഡൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് എന്ത് ഫുഡാണ് വേണ്ടത് മോനെ? എനിക്ക് എന്തായാലും കുഴപ്പമില്ലേക്ക, എന്തെങ്കിലും സിമ്പിളായിട്ട്. അത് പറഞ്ഞാൽ പറ്റില്ല. ഇനിയിപ്പോൾ രാത്രിയായി തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുക ഇഷ്ടമുള്ളത്. ഇക്ക എന്താ കഴിക്കുന്നത്? അത് ആ ഓക്കെ. അങ്ങനെ അതാ ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിക്കുന്നതിനിടയിൽ അതാ ഉസ്താദിനോട് ലത്തീഫ്ക്ക ചോദിക്കുന്നു, അല്ല നിങ്ങൾക്ക് എന്തായിരുന്നു ജോലി അപ്പോൾ നാട്ടിൽ? ഞാൻ ഒരു ഉസ്താദായിരുന്നു. ഉസ്താദ്? മാഷാ അല്ലാ, ഉസ്താദായിരുന്നോ? ഓ മാഷാ അല്ലാ. അപ്പോൾ നമ്മളെക്കാളും അറിവുള്ള ആലിമാണ് നിങ്ങൾ അല്ലേ? അപ്പോൾ നീയൊന്നും വിളിക്കുന്നതൊന്നും ശരിയല്ല. അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് ഉസ്താദ് എന്താ പെട്ടെന്ന് ഗൾഫിലേക്ക് പോരാൻ കാരണം?
അത് കല്യാണം കഴിഞ്ഞു, അപ്പോൾ പിന്നെ വീട്ടിലെ പ്രാരാബ്ദങ്ങളൊക്കെ അങ്ങനെയുണ്ട് അല്ലേ? കല്യാണം കഴിഞ്ഞ പ്രാരാബ്ദങ്ങൾ കൂടി എന്നൊക്കെ ഉള്ളത് അങ്ങനെയൊന്നുമില്ല ഉസ്താദേ. ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലവിടെ റാഹത്തായി നമ്മൾ നാട്ടിൽ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. പ്രവാസിയായി കഴിഞ്ഞാൽ പിന്നെ പ്രവാസി ജീവിതം ഉപേക്ഷിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് നമുക്ക് പ്രവാസ ലോകത്ത് ജീവിച്ചതുപോലെ തന്നെ ആ ഒരു ജീവിതം നാട്ടിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഉസ്താദേ. വേണ്ടിയിരുന്നോ ഇത്? ലത്തീഫ്ക്കയുടെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ശരിക്കും ഉസ്താദിനെ വല്ലാതെ അങ്ങ് നിരാശയായി. അവൻ ഓർത്തു, ഒരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പള്ളിയും മദ്രസയും ചുറ്റുപാടും അങ്ങനെ അത് വല്ലാത്തൊരു വൈബാണ്. സമയം 5 നേരവും ആ ബാങ്ക് വിളിക്കുമ്പോൾ, ജമാഅത്തിന് ഇമാമായി നിൽക്കുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ, പടച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് വല്ലാത്തൊരു ലഹരിയാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, എത്രയോ പള്ളിയിലെ ആളുകൾക്ക് ഇമാമത്തായി നിൽക്കുമ്പോൾ, അല്ലാഹ് എൻ്റെ ദുആക്ക് അവരെല്ലാവരും ആമീൻ പറയുമ്പോൾ, അത് വല്ലാത്തൊരു സുഖം തന്നെയായിരുന്നു. പക്ഷേ ജീവിതത്തിലേക്ക് കടന്നു വന്നവരെയും സന്തോഷിപ്പിക്കണമല്ലോ. അല്ല ഉസ്താദെ, എന്തെങ്കിലും ആലോചിക്കണത്? സ്നേഹത്തോടെ ഉസ്താദിനോട് അതാ ലത്തീഫ്ക്കയുടെ ആ ഒരു ചോദ്യം. ഉസ്താദൊന്നും വിളിക്കണ്ട, ഷെഫീഖ് എന്ന് വിളിച്ചാൽ മതി. ഏയ്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. നിങ്ങൾ ഇത്രയും പഠിച്ചാണ് ആലിമാകുന്നത്. നമ്മളൊക്കെ എന്ന് വെച്ചാൽ മദ്രസ 8ാം ക്ലാസ്സോടുകൂടി നിർത്തി പോരുന്നതാ. അല്ലാതെ നിങ്ങളെ പോലെ ദർസിൽ വർഷങ്ങളോളം പഠിച്ച് ഉള്ള കിതാബുകളും പഠിച്ച് അത് എല്ലാവരും നമ്മളങ്ങനെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അള്ളാഹിൻ്റെ ദീന് പഠിപ്പിക്കണോലെ, അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കണോലെ, അതൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ട ആൾക്കാരല്ലേ. ഒരിക്കലും നീ എന്നോ ഒന്നും വിളിക്കുന്നതിനോട് എനിക്ക് താല്പര്യം കേട്ടോ. ഞങ്ങളൊന്നും ഒന്നും പഠിപ്പിച്ചിട്ടുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഈ ഉസ്താദ് എന്നുള്ളൊരു വാക്ക് എൻ്റെ മനസ്സിക്കണത് വല്ലാതെ തറച്ചത്. എൻ്റെ ഉമ്മാക്കും പെരുത്ത ആഗ്രഹമായിരുന്നു എനിക്ക് എന്നെ ഒന്ന് ഒരു ദർസിലൊക്കെ ചേർത്താൻ. പക്ഷേ എനിക്ക് പഠിക്കാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ബിസിനസ്സിൻ്റെ രംഗത്തായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ ഞാൻ ബിസിനസ്സൊക്കെ കടന്ന്, പിന്നെ അങ്ങനെ കടന്ന് ഇപ്പം ഞാൻ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നടക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് പറ്റിയ പണി നമ്മളടുത്ത് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ഞാൻ ആക്കിത്തരാം. ലത്തീഫ്ക്കയുടെ ആ ഒരു വാക്കുകൾ ഉസ്താദിന് എന്തെന്നറിയില്ല, ലത്തീഫ്ക്കയോട് കൂടുതലായിട്ട് ബഹുമാനം തോന്നി. അല്ല, ഇതാ വൈഫിന് വിളിച്ചോളൂ കേട്ടോ. ഫോണില്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ ഫോണിൽ നിങ്ങൾക്ക് അതിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ ഞാൻ കയറ്റിത്തരും ചെയ്യാം. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ജോലിയൊക്കെ ശരിയായിട്ട് ജോലിയൊക്കെ ശരിയാകുന്നതിന് മുമ്പ് വീട്ടുകാരെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരിക്കും നിങ്ങളുടെ ഒരു കോളിന് വേണ്ടിയിട്ട്. നമ്മൾ പ്രവാസികളായ നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോൾ ഓലെ വിളി കാത്തു നിൽക്കുന്നൊരു കുടുംബമുണ്ട് അവിടെ അല്ലേ. കണ്ണീരോടെ കാത്തിരിക്കുന്ന ഉമ്മല്ലേ നിങ്ങൾക്ക്? അതാണ് പറഞ്ഞത്. വിളിച്ചോളൂ, കാർഡൊക്കെ സെറ്റാക്കിയാൽ ശരിയാക്കി തരാം. സ്നേഹത്തോടെ ലത്തീഫ്ക്കയുടെ ആ ഒരു വാക്കുകൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിനെ വല്ലാതെ കുളിരണിയിച്ചു. പക്ഷേ വീണ്ടും വൈഫിനെ വിളിക്കുവാൻ വേണ്ടി പറയുന്ന അത് ശരിക്കും വല്ലാത്തൊരു വേദനയായിപ്പോയി. ഞാൻ എത്ര വിളിച്ചിട്ടും അവൾ വന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? വീണ്ടും അതാ ഫുഡ് ഓർഡർ ചെയ്യുന്നു. മോനെ, ഇതാ ഈ ഡ്രിങ്ക് കൂടെ കഴിക്ക്. ഇക്ക മതി, വയറ് നിറഞ്ഞു. അല്ലല്ല, കഴിക്ക്. അതിനെന്താ കഴിച്ചെന്ന് വിചാരിച്ചിട്ട്, ഇതൊക്കെ ഇവിടുത്തെ അറബിക് ഡിഷാണ്, കഴിച്ചു നോക്ക്. എല്ലാം കഴിച്ച് വയറ് നിറഞ്ഞു. അൽഹംദുലില്ലാ. ഉസ്താദേ, ഞമ്മക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യട്ടോ. ഞമ്മക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യേ. നിങ്ങളൊക്കെ ദുആ ഞമ്മക്ക് വിജയം ഉണ്ടാക്കുള്ളൂ. അവർ വീണ്ടും അതാ വാഹനത്തിൽ കയറി യാത്ര ചെയ്യുകയാണ്. അതിനിടയിൽ അതാ ലത്തീഫ്ക്ക ആരോട് അറബിയിൽ സംസാരിക്കുന്നുണ്ട്. ഷെഫി ഉസ്താദിനെ ഒന്നും മനസ്സിലായില്ല. മദ്രസയിൽ പഠിപ്പിക്കുന്ന അറബിയോ അല്ലെങ്കിൽ ഗ്രാമറോ ഒന്നുമല്ല. അത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒരു അറബി. ഷെഫി ഉസ്താദ് അദ്ദേഹം സംസാരിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നു.
ആ ഓക്കെ, ഷഫീഖ്. അതിനിടയിൽ തൻ്റെ പേർ പറയുന്നതും അദ്ദേഹം ശ്രദ്ധിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഫോൺ കട്ട് ചെയ്ത് ഉസ്താദിനോടെന്ന പോലെ ചോദിച്ചു, ഷഫീഖിന് ഡ്രൈവിംഗ് അറിയോ? ആ, ഡ്രൈവിംഗ് അറിയാം. അതെ, നാട്ടിലെ പോലെ അല്ല കേട്ടോ, ഇവിടുത്തെ ഡ്രൈവിംഗ് തികച്ചും വ്യത്യസ്തമാണ്. സ്റ്റിയറിംഗ് ഒക്കെ ഇതാ ഇടതുഭാഗത്തായിരിക്കും. അതുമാത്രമല്ല, നാട്ടിലത്തെ ലൈസൻസ് ഒരിക്കലും ഇവിടെ അലൗഡല്ല എന്ന് മാത്രമല്ല, അതിനേക്കാളും എത്രയോ കർശനമായ രീതിയിലാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യങ്ങൾ. കുഴപ്പമില്ല. ഞാൻ ഒരു വീട്ടിൽ നിന്നെ തൽക്കാലം നിർത്തുകയാണ്, ഒരു അറബി വീട്ടിൽ. ആ അറബി വീട്ടിൽ നിർത്തിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് പോകും. തൽക്കാലം നീ കുറച്ച് വീട് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കേണ്ടി വരും. അതായത് വണ്ടി കഴുകാനുണ്ടാകും, അവിടുത്തെ മുറ്റം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾ, അതുപോലത്തെ ഐറ്റംസിലുള്ള പുറത്തെ ജോലികളായിരിക്കും നിനക്കൊരു പക്ഷെ ആദ്യം ലഭിക്കുക. ഇൻഷാ അല്ലാഹ് പിന്നീട് അങ്ങോട്ട് റെഡിയാക്കാം. പക്ഷെ അതിനിടക്ക് ഡ്രൈവിങ് പഠിക്കുവാൻ വേണ്ടി നോക്കണം. അതാണ് മെയിൻ. അദ്ദേഹം ആവശ്യപ്പെടുന്ന ഡ്രൈവറെയാണ്. ഒരിക്കലും ഡ്രൈവിങ് അറിയാമല്ലോ, പക്ഷെ അവിടുത്തെ ലൈസൻസും കാര്യങ്ങളും എടുക്കണമല്ലോ, അതാണ് മെയിൻ. എന്തായാലും കുഴപ്പമില്ല, നിൻ്റെ വീട്ടിലേക്കുള്ള സാലറിയും കാര്യങ്ങളൊക്കെ അറബി തരും. ഓക്കെ, എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയാണ് അറബി. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ഒരു അറബിയുടെ വലിയ വീടിൻ്റെ മുറ്റത്തേക്ക് അതാ ആ വാഹനം അവർ തിരിക്കുവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അതാ അവർ അവിടെ നിർത്തുന്നു. ലഗേജുകളെല്ലാം പുറത്തിറക്കി ടാക്സിക്കാരൻ ക്യാഷ് കൊടുത്തപ്പോൾ പോയി. ലത്തീഫ്ക ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഉസ്താദേ, അല്ല എന്തെങ്കിലും നാടൻ ഐറ്റംസ് നമുക്കുണ്ടോ? നമുക്ക് വല്ലതൊക്കെ കഴിക്കാൻ? ഇൻഷാ അല്ലാ അതിൽ പത്തിരി ഇറച്ചി കാര്യങ്ങൾ അങ്ങനത്തെ ഉമ്മ വെച്ചിരുന്നു, എന്നാൽ കഴിക്കാമല്ലേ? അറബിയെ അതാ വിളിക്കുന്നു. അപ്പോഴേക്കും അറബിയും അങ്ങോട്ടെത്തി. യാ ഹബീബി അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, കൈഫ ഹലക്? സൈൻ, അൽഹംദുലില്ലാഹ്. അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു. അറബിയുമായി നല്ല ബന്ധമുള്ള ആളാണെന്ന് തോന്നുന്നു. ഇതാണ് ഷഫീഖ്. ഷഫീഖിനെയും അതാ പരിചയപ്പെടുന്നു. അറബിയോടായി പറയുന്നു, ഷഫീഖ് കൊണ്ടുവന്ന കേരള ഫുഡ് ഐറ്റംസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അല്ലേ എന്ന് പറഞ്ഞു. ഷഫീഖ് അത് അദ്ദേഹത്തെ ഏൽപ്പിക്കുക തന്നെ ചെയ്യുന്നു. നിങ്ങൾ അത് ഓപ്പൺ ചെയ്തോളൂ. അങ്ങനെ അതാ ഷഫീഖ് ഉസ്താദിൻ്റെ നിർബന്ധപ്രകാരം അത് ലത്തീഫ്ക്ക് തന്നെ ഓപ്പൺ ചെയ്യുന്നു. കേരള ഫുഡ് ഐറ്റംസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് അതിലുണ്ടായിരുന്നു. ഉമ്മ കൊടുത്തയച്ച ഉണ്ണിയപ്പവും ഇറച്ചിയും പത്തിരിയും കൽത്തപ്പവും. പോരാത്തത് ഉസ്താദിൻ്റെ ഉമ്മ എന്തൊക്കെയോ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, വീണ്ടും അതിലുമുണ്ടായിരുന്നു ബീഫ് വറുത്തതും പൊരിച്ചതും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ. ശരിക്കും കേരള ഫുഡ് അറബിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ മകളൊക്കെ അത് കഴിച്ചു. വീട്ടിലേക്ക് പുതിയൊരു ജോലിക്കാരൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറബി അവരോടായി പറഞ്ഞു. ഷെഫി ഉസ്താദിനുള്ള റൂം അറബി കാണിച്ചു കൊടുത്തു. അറബിയുടെ വീടിൻ്റെ ഒരു ഭാഗത്തെ സൈഡിലായിട്ട് അതിൻ്റെ മുകളിലുള്ള റൂമാണ് ഷെഫി ഉസ്താദിന് ഉള്ളത്. ഒരിക്കലും വീടിനോട് ചാരിയല്ല, അതൊരൊറ്റപ്പെട്ട റൂമാണ്. ഷെഫീഖ് ഉസ്താദിനുള്ള റൂം അത് കാണിച്ചു കൊടുക്കുവാൻ അറബിയും ലത്തീഫ്കയും കയറി ചെല്ലുന്നു. ഇതാണ് മോനെ നിങ്ങളുടെ റൂം കേട്ടോ. നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്, അതുപോലെ തന്നെ ബാത്റൂമുണ്ട്, സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം കുക്കിങ്ങിനുള്ള കാര്യങ്ങൾ ഇതാ ഇവിടെ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കിച്ചൺ ആ ഭാഗത്തുണ്ട്. അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യണമെന്നല്ല, ഇവിടുത്തെ ജോലിക്കാർക്ക് പ്രത്യേകമായി അങ്ങനെ ഉള്ളതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഷെഫി ഉസ്താദ് ആ റൂമിൻ്റെ ചുറ്റുഭാഗത്തുമായി നോക്കി. ആകപ്പാടെ ഒരു വിജനത, എന്തെന്നറിയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവമെല്ലാം കണ്ടപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ സമാധാനമാണ് ഉണ്ടായത്. ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ എന്ന് അറബി ചോദിച്ച ആ ചോദ്യത്തിന് കഴിച്ചിട്ടാണ് വന്നതെന്ന് ലത്തീഫ് മറുപടിയും പറഞ്ഞു. ശരിക്കും ലത്തീഫ്ക തിരിച്ചു പോകുക എന്നറിയുമ്പോൾ മനസ്സിനുള്ളിൽ ചെറിയൊരു ഭയമുണ്ട്. ഉസ്താദെ, എന്നാൽ ഞാനിറങ്ങിയാലോ? ലത്തീഫ്കയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഷെഫി ഉസ്താദിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അതെ, വിഷമിക്കൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട, ഞാനിടക്കൊക്കെ വരും, ഒന്നും കരുതണ്ട. പിന്നെ
ഞാൻ എന്നോട് ഇങ്ങനെ ഈ അർബവ് പറഞ്ഞിരുന്നു കുറച്ച് മുമ്പ് ഒരു ഡ്രൈവർ ആവശ്യമുണ്ടെന്നൊക്കെ ഉള്ളത്, വീട്ടിലത്തെ കാര്യങ്ങൾ കുറച്ച് നോക്കും വേണം. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ പാർട്ട്ണർ കൂടിയാണ്. പേടിക്കാനൊന്നുമില്ല, അറബി അത്ര കുഴപ്പക്കാരനൊന്നല്ല. ഇനിയിപ്പോൾ ജോലിക്കാരോട് എങ്ങനെയൊക്കെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എങ്കിലും നമ്മൾ നമ്മളെ ഭാഗം ശ്രദ്ധിച്ചാൽ പോരെ അല്ലേ? ഉസ്താദിന് അറിയുന്നതല്ലേ കാര്യങ്ങളൊക്കെ. നമ്മൾ നമ്മളെ ഭാഗം ക്ലിയർ ആക്കുക, നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ട് വരാതിരിക്കുക, അത് നോക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഒക്കെ റാഹത്തായിക്കോളും. എന്നാൽ ഞാനങ്ങോട്ട് ഷെഫി ഉസ്താദ് ശരിക്കും ബേജാറായിപ്പോയി. റബ്ബേ, അറിയാത്തൊരു സ്ഥലത്ത് അറിയാത്തൊരു അറബി വീട്ടിൽ തന്നെ ലത്തീഫ് ഉപേക്ഷിച്ച് പോവുകയാണ് എന്നുള്ള യഥാർത്ഥ സത്യം അതാ ഷെഫി ഉസ്താദിന് മനസ്സിലായി. ഇക്കയെയും ഫ്ലൈറ്റ് യാത്രയിൽ പരിചയപ്പെട്ടതാണ്, അല്ലാതെ കൂടുതലായിട്ടൊന്നുമല്ല. അല്ലാ, ഭാഷ അതൊരു പ്രശ്നമാണല്ലോ. ഒന്ന് ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ, അറബി പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി തരാൻ അല്ലാ ആരുമില്ലല്ലോ മലയാളികളായിട്ട് ഇവിടെ. ഇക്ക എന്ത് ഇവിടെ മലയാളികൾ ഇല്ലല്ല, ഒരു ഫിലിപ്പൈൻസ് പെണ്ണുണ്ട് അപ്പുറത്ത്. പിന്നെ ഇവിടെ മലയാളീസൊന്നും ഇല്ല. ഇവിടെ ഉണ്ടായിരുന്ന ഡ്രൈവർ പോയതാണെന്ന് തോന്നുന്നു, അങ്ങനെ സുഖമില്ലാത്തതിൻ്റെ പേരിൽ. എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അതൊക്കെ ശരിയായിക്കോളുന്നേ ഞാൻ അർബാവിനോട് പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവിങ് നാട്ടിൽ ഡ്രൈവിങ് അറിയാം, പക്ഷേ ഇവിടുത്തെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണം ഇവിടെ നിന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുവരെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഈ ഒരു ചുറ്റുപാടുള്ള കാര്യങ്ങൾ, വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഇതൊക്കെ കഴുകാനുണ്ടാവും, എന്തെങ്കിലും ക്ലീനിങ് കാര്യങ്ങളൊക്കെ വരും. വീട്ടിനകത്തേക്ക് പ്രൊഫഷൻ ഉണ്ടാവില്ല, എങ്കിലും പുറത്ത് തന്നെ ഇഷ്ടം പോലെ ഇവിടെ ഇവൽക്കുള്ള ഇതൊക്കെ ക്ലീൻ ചെയ്യാനും അതിനെന്തിനൊക്കെ വേണ്ടി വരും. എന്തൊക്കെ തന്നെയായാലും പണിയില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും, പഠിച്ചോ നിങ്ങളെ ഹൈറിലാക്കട്ടെ. അങ്ങനെ അതാ ലത്തീഫ് അവിടെ നിന്ന് ഇറങ്ങുന്നു. അർബാവിനോടും സലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങുന്നു. ഷെഫി ഉസ്താദിൻ്റെ കാര്യം ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് എന്ന് അദ്ദേഹം പറയുന്നു. അറബിയെ കണ്ടപ്പോൾ തന്നെ ശരിക്കും ഷെഫി ഉസ്താദിന് ഒരു ഭയം തോന്നി. പഠിച്ചോനെ, മുഖം കണ്ടിട്ട് ഒരു ഗൗരവ ഭാവമാണ്, മുഖത്ത് ഒരു പുഞ്ചിരിയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒരു പേടി തോന്നുന്നു അദ്ദേഹത്തെ കണ്ടിട്ട് തന്നെ. റൂമിൽ നിൽക്കുവാൻ ഷെഫി ഉസ്താദിന് കഴിഞ്ഞില്ല. എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. പഠിച്ചോനെ, ഇപ്പോൾ തന്നെ ജോലി തുടങ്ങേ, എന്താ ഒരു തുടക്കം, എങ്ങനെ ഒന്നും അറിയുന്നില്ല. ഷെഫി ഉസ്താദ് എന്ത് ചെയ്യണം റബ്ബേ എന്നിങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ റൂമിൻ്റെ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. ഷെഫി ഉസ്താദ് വാതിൽ തുറന്നു. അസ്സലാമു അലൈക്കും. സലാം പറയുകയാണെന്ന് മനസ്സിലായി. വഅലൈക്കും അസ്സലാം. ഒരു പെണ്ണായിരുന്നു അത്. ഐ ആം സുലേഖ, ഐ ആം ഫ്രം ഫിലിപ്പൈൻസ്. ഒരു ഫിലിപ്പൈനി പെണ്ണാണതെന്ന് ശരിക്കും മനസ്സിലായി. ചിരിച്ചുകൊണ്ട് അവളുടെ ആ ഒരു സംസാരം ഷെഫി ഉസ്താദിന് എന്ത് പറയണം എന്നൊന്നും അറിയുന്നില്ല. യു ഫ്രം? ഷെഫി ഉസ്താദിന് ഏറെക്കുറെ അത് മനസ്സിലായി. ഐ ആം ഷഫീഖ് ഫ്രം കേരള. റിലാക്സ്, കൂൾ ഡൗൺ. ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു ഭയം കണ്ടപ്പോൾ തന്നെ ഫിലിപ്പൈനിക്കാരി സുലേഖ അവൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന പോലെ വാക്കുകൾ പറഞ്ഞു. ഷെഫി ഉസ്താദിന് എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. റബ്ബേ, ഒരു പെണ്ണാണ് എൻ്റെ റൂമിലേക്ക് കടന്നു വരുന്നത്, ഒരു പെണ്ണാണ് എന്നോട് സംസാരിക്കുവാൻ തുടങ്ങുന്നത്. അല്ലാ റഹ്മാനെ, ഇങ്ങനെയൊക്കെയാണോ ഇവിടുത്തെ തുടക്കം? എനിക്കറിയുന്നില്ല. ഒരു നിമിഷം ഷെഫി ഉസ്താദ് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. അല്ലാ നീ കാക്ക്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.